ഡിയസ് വെൽക്കം ടു ബി സ്കൂൾ അഗൈൻ. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് കോൺകോഡ് എന്ന ഏരിയ. ആ കോൺകോഡുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മുഖം ചൊളിച്ചിരിക്കാറുണ്ടല്ലേ. ഇതൊരു ബാലികേറ മലയാണെന്ന് വിചാരിച്ചിരിക്കാറുമുണ്ട്. അതിനെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഒന്ന് പഠിക്കാം. അതുമാത്രമല്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്ക് മാറ്റുവാനും നമുക്ക് കഴിയണം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ബി സ്കൂൾ. സോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയായ കോൺകോഡുമായി ബന്ധപ്പെട്ട പോയിന്റ്. നമ്മൾ ആ ടോപ്പിക്കിന് സിമ്പിൾ മെത്തേഡ് എന്നാണ് പറഞ്ഞത്. എന്താ ഈ സിമ്പിൾ മെത്തേഡ് എന്ന് പറയാൻ കാര്യം, ഇനി പറയുന്ന പോയിന്റ് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് വി ഫീൽ very simple. So the point is here, one or more students dash failed in the exam. This is the question. നിങ്ങളിൽ പലരും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്തരം വാചകങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടാവും. സോ ക്വസ്റ്റ്യൻ ഇതാണ്, one or more students dash failed in the exam. ഒന്നോ അതിൽ കൂടുതലോ വിദ്യാർത്ഥികൾ എക്സാമിൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണോ, പരാജയപ്പെട്ടു എന്നാണോ, പരാജയപ്പെടുത്തിയെന്നാണോ? ഓപ്ഷനിലേക്ക് പോകാം. നമ്മുടെ ഓപ്ഷൻ ഇങ്ങനെയാണ്: ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഇതിൽ ഏതാണ് റൈറ്റ് ഓപ്ഷൻ? നോക്ക്, one or more students just failed in the exam. ഹാസ് ഫെയിൽഡ് ആണോ, ഹാവ് ഫെയിൽഡ് ആണോ, ഈസ് ഫെയിൽഡ് ആണോ, ആർ ഫെയിൽഡ് ആണോ? ചിലർക്കൊക്കെ ഉത്തരം കിട്ടിക്കാണും, എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമാണല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ, വൺ ഓർ മോർ കഴിഞ്ഞാൽ ചിലർ ചിന്തിക്കും, വൺ ഒരാളെ കുറിച്ചാണോ പറയുന്നത്, ഒന്നിലധികം ആളെ കുറിച്ചാണോ പറയുന്നതൊക്കെ സംശയം ഉണ്ടാവില്ലേ? അപ്പോ നമ്മൾ ഇതിൽ ഏതിനെ എടുക്കും? ഏതാണ് നമ്മുടെ സബ്ജക്റ്റ്? വൺ ആണോ, മോർ സ്റ്റുഡൻസ് ആണോ? അല്ലേ, ഒരു സംശയം ഉണ്ടാവില്ലേ? ഇനി നിങ്ങൾ അറിയണം, വൺ ഓർ മോർ സ്റ്റുഡൻസ് ആണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഇങ്ങനെയാണ്: വൺ ഓർ മോർ കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ, പ്ലൂറൽ വെർബ്. ഇതാണ് പോയിന്റ്. അങ്ങനെയെങ്കിൽ പ്ലൂറൽ എത്ര വെർബുണ്ട്? ആറുമുണ്ട്, ഹാവുമുണ്ട്. ഇതിലേതാണ് ആപ്റ്റ് എന്ന് നമുക്ക് പറയണം. അതായത് ഒന്നോ അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ എന്നല്ലേ പോയിന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വൺ ഓർ മോർ കഴിഞ്ഞാൽ പിന്നീട് പ്ലൂറൽ നൗണെ പറയാവൂ, പിന്നെ പ്ലൂറൽ വെർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആറ് ചേർത്ത് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഒന്നോ അതിലധികമോ കുട്ടികളെ മറ്റാരോ തോൽപ്പിച്ചു, അവരുടെ കുറ്റം കൊണ്ടല്ല എന്നർത്ഥം വരും. ഇവിടുത്തെ അർത്ഥം അങ്ങനല്ല, കുട്ടികൾ നന്നായി പഠിച്ചു കാണുന്നത്, അതുകൊണ്ട് പരാജയപ്പെട്ടു. അതുകൊണ്ട് റൈറ്റ് ഓപ്ഷൻ തന്നെയാണ് ഇവിടെ, ഹാവ് ആണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ വൺ ഓർ മോർ സ്റ്റുഡൻസ് ഹാവ് ഫെയിൽ. അതുപോലെ ഈ ഹാവും ഹാസും കഴിഞ്ഞാൽ, ഹാവും ഹാസും അതുപോലെ ഹാഡും കഴിഞ്ഞാൽ പിന്നീട് വെർബിനെ തേർഡ് ഫോമേ പറയാറുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, വൺ ഓർ മോർ ടീച്ചേഴ്സ് ഡാഷ് ടു ദ സ്കൂൾ ഡ്യൂറിങ് വെക്കേഷൻ. വൺ ഓർ മോർ ടീച്ചേഴ്സ് ഡാഷ് ടു ദ സ്കൂൾ ഡ്യൂറിങ് വെക്കേഷൻ. വെക്കേഷന്റെ ആ ഇടവേളയിൽ, വെക്കേഷൻ സമയത്ത്, വെക്കേഷന്റെ കാലയളവിൽ ഒന്നോ അതിൽ കൂടുതൽ അധ്യാപകർ സ്കൂളിലേക്ക് വരുന്നു എന്നാണോ? നോക്കാം ഓപ്ഷൻ. കംസ്, കം, കെയിം, കമ്മിങ്. ഇതിൽ ഏതാണ്? വിച്ച് വൺ ഈസ് കറക്റ്റ്? നമ്മൾ പറഞ്ഞു വൺ ഓർ മോർ കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ വന്നു, പ്ലൂറൽ വെർബ് പറയണം. ഇതിൽ പ്ലൂറൽ ആയിട്ടുള്ള ഒറ്റ വെർബേ ഉള്ളൂ, അതേതാണ്? കം ആണ്. ഏതാണ് വെർബ്? കം. കംസ് സിംഗുലർ ആണ്, കെയിം പാസ്റ്റ് ആണ്, കമ്മിങ് മാത്രമായിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കമ്മിങ് എന്ന് പറയുന്നതിന് മുമ്പിൽ ആമോ, ഈസോ, ആറോ, വാസോ, വേറോ, ഹൗ ബീനോ, ഹാസ് ബീനോ, ഹാഡ് ബീനോ പറയണം. അതൊന്നും വിടില്ല. അതുകൊണ്ട് ഇത് തെറ്റ്. പിന്നെ കംസ് വരാത്ത കാര്യം, കംസ് സിംഗുലർ ആണ്, അത് പറ്റില്ല. കെയിം എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, പാസ്റ്റുമായി ബന്ധപ്പെട്ട സൂചനകൾ ഈ സെന്റൻസിലില്ല. അതുകൊണ്ട് ഇവിടെ ആപ്റ്റ് എന്ത് തന്നെയാണ്? കം ആണ് ആപ്റ്റ്. അപ്പോൾ വൺ ഓർ മോർ കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ ആൻഡ് പ്ലൂറൽ വെർബ്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ഡാഷ് വിസ്ഡം ടു മാൻ. ഇവിടെ ഏജ് മീൻസ് പ്രായം, എക്സ്പീരിയൻസ് മീൻസ് അനുഭവം. അടുത്ത് നോക്ക്, എന്താണത് കൊണ്ടുതരുന്നത്? വിസ്ഡം ടു മാൻ, മനുഷ്യന്. അല്ലെ, ഓപ്ഷൻ നോക്കാം. ബ്രിങ്, ബ്രിങ്സ്, ബ്രോട്ട്, ഈസ് ബ്രിങ്ങിങ്. ഇവിടെ മനുഷ്യന് അനുഭവവും പ്രായവും കൊണ്ടുതരുന്നത് പ്രായോഗികതയായിരിക്കും, പ്രായോഗിക ബുദ്ധിയായിരിക്കും. അതാണ് വിസ്ഡം. ശരിയല്ല, ഇതൊരു ചൊല്ലാണ്, ഒരു കോട്ടോ അല്ലെങ്കിൽ ഒരു പറച്ചിലൊക്കെ ആണല്ലേ. ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, ഇതിൽ ഏതാണ് കറക്റ്റ്? ഏജ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ആണ്, എക്സ്പീരിയൻസും അങ്ങനെ. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ വേർഡുകൾ, വ്യത്യസ്തമായ മീനിങ്ങുകളൊക്കെ തന്നിരിക്കുന്നു. പക്ഷെ ഇവിടെ വരേണ്ട
വെർബ് ഏതാണ്? ബ്രിങ് ആണോ? ബ്രിങ്. സാധാരണ ആൻഡ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ വ്യത്യസ്തമാർന്നിട്ടുള്ള സബ്ജക്റ്റിലെ കണക്ട് ചെയ്യുക. രാവും പകലും, ഡേ ആൻഡ് നൈറ്റ്, രാഹുൽ ആൻഡ് രാജ്, രാഹുലും രാജും. അപ്പോൾ രണ്ട് പദങ്ങളെ തമ്മിൽ, രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ, അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ ആൻഡ് ഉപയോഗിക്കുന്നത്. കൂടാതെ തുല്യ പ്രാധാന്യമുള്ളപ്പോഴാണ് ആൻഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ട് സബ്ജക്റ്റ് ആണ് ഏജും എക്സ്പീരിയൻസും. അപ്പൊ നമുക്ക് തോന്നും രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും വെർബ് എന്തായിരിക്കണം? പ്ലൂറലായ വെർബ് ആയിരിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ പ്ലൂറലായ വെർബ് ഏതൊക്കെയുണ്ട്? ബ്രിങ് മാത്രമാണ് പ്ലൂറൽ. പക്ഷെ നമ്മുടെ ഉത്തരം ബ്രിങ് അല്ല, ഉത്തരം എന്താണ്? ബ്രിങ്സ് ആണ്. എന്താ ഉത്തരം? ബ്രിങ്സ്. അതെന്താന്ന് പറയട്ടെ. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഈ കോമ്പിനേഷൻ വേർഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. കോമ്പിനേഷൻ വേർഡ്സ് അതിലൊന്നാണ് ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, അതുപോലെ സ്ലോ ആൻഡ് സ്റ്റഡി, ടൈം ആൻഡ് ട്രൈഡ്, ഹോർസ് ആൻഡ് ചാരിയറ്റ്, കപ്പ് ആൻഡ് സോസർ. ഇങ്ങനെയുള്ള കോമ്പിനേഷൻ വേർഡ്സ് വന്നാൽ അതിനൊപ്പം നമ്മൾ സിംഗുലർ വെർബ് മാത്രമേ പറയാവൂ. ബ്രെഡ് ആൻഡ് ബട്ടർ, salt and pepper, black and white, safe and sound, trial and error, give and take, more or less, pros and cons, age and experience, and character and conduct, cup and saucer, slow and steady, time and tried, horse and chariot. ഇങ്ങനെ പോകുന്നത് ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള കോമ്പിനേഷൻ വേർഡ്സ് വന്നാൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ സിംഗുലർ മാത്രമേ പറയാവൂ. കാരണം ഇവയെല്ലാം ഡിനോട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. എന്താണ് സിംഗിൾ യൂണിറ്റ്? അപ്പോൾ രണ്ട് പദങ്ങളുണ്ട്, രണ്ട് വ്യത്യസ്തമായ സ്പെല്ലിംഗ് ആണ്, രണ്ട് വ്യത്യസ്തമായ മീനിങ് ആണെങ്കിലും ഇവ കൺവേ ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ മീനിങ് ആണ്, ഒരു സിംഗിൾ യൂണിറ്റ് ആണ്, ഒരു സിംഗിൾ ഐഡിയ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് സിംഗിൾ വെർബ് മാത്രമേ പറയാവൂ. യെസ്. എന്നാൽ ചില സർക്കംസ്റ്റൻസസിൽ ഇതിന് ചെറിയ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. സോ നെക്സ്റ്റ് പോയിന്റ്. Here, the first question, bread and butter dash good for breakfast. Option is or was where. എടാ, ഈ ബ്രെഡും ബട്ടറും ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ആഹാരമാണ്, നല്ലതാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ബ്രെഡും ബട്ടറും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്? ആദ്യം ഒരു സ്ലൈസ് ഓഫ് ബ്രെഡ് എടുക്കുന്നു, എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ബട്ടർ ഇങ്ങനെ പേസ്റ്റ് ചെയ്യും അല്ലേ. വീണ്ടും അടുത്തൊരു ബ്രെഡിന്റെ സ്ലൈസ് എടുത്ത് വെക്കുന്നു, ഇത് നമ്മൾ എന്ത് ചെയ്യും? കഴിക്കും അല്ലേ. അതൊന്ന് ചൂടാക്കിയിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ബ്രെഡും ബട്ടറും ഒരുമിച്ചല്ലേ കഴിക്കുന്നു? അതോ ബ്രെഡ് രണ്ടെണ്ണം കഴിച്ചിട്ട് പിന്നെ ബട്ടർ ആക്കി കഴിക്കുകയാണോ? അല്ലല്ലോ, ഒരുമിച്ചല്ലേ കഴിക്കുക. അപ്പൊ ഒരുമിച്ച് കഴിക്കുമ്പോൾ അത് ഒരുമിച്ചാണ് സിംഗിളായി മാറുന്നു, സിംഗിൾ യൂണിറ്റ് ആയി മാറുന്നു. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഈസ് ആണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഇൻ ഷോപ്സ്. ഓപ്ഷൻ ആറുണ്ട്, ഈസ് ഉണ്ട്, ഓസ് ഉണ്ട്, വേറുണ്ട്. എടാ, ഈ ബ്രെഡും ബട്ടറും ഷോപ്പിൽ അവൈലബിൾ ആണ്, ഷോപ്പിൽ കിട്ടും. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഇൻ ഷോപ്സ്, അതായത് ഡാഷ് ഇൻ അവൈലബിൾ ഇൻ ഷോപ്സ്. ഇതാണ് പോയിന്റ്. അപ്പൊ ഇവിടെ ഞാൻ പറയും, ഇവിടെ ഈസ് മാച്ചിങ് അല്ല, മുകളിൽ ഈസ് മാച്ചിങ്. അതുപോലെ ഇവിടെ ഈ താഴെ ഈസ് എഴുതാൻ പറ്റത്തില്ല. എന്താണെന്നറിയൂ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ ഷോപ്പിൽ ചെന്നാൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്ത്, വ്യത്യസ്തമായ പാക്കറ്റിൽ, വ്യത്യസ്തമായ കമ്പനിയുടെ അവിടെ ഇരിക്കുക. ഇതിരിക്കുമ്പോൾ രണ്ട് സ്ഥലത്താണ്, പക്ഷെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ഒരുമിക്കുന്നു. അതുകൊണ്ട് ബ്രെഡും ബട്ടറും വാങ്ങുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ ഇത് പ്ലൂറലായി പരിഗണിക്കുന്നു. ആൻസർ എന്താണ്? ആറാണ്. പക്ഷെ കഴിക്കുമ്പോൾ ഒരുമിച്ചാണ്, അപ്പോൾ എന്താണ്? അത് സിംഗുലർ ആണ്. ഗോട്ട് ദ ഡിഫറൻസ്? ഡിയസ്, ഇതുപോലെ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കൺസെപ്റ്റിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് അടുക്കും ചുട്ടിയോടും കൂടി ഇംഗ്ലീഷിന്റെ ഗ്രാമർ ടോപ്പിക്കുകൾ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിസ്കൂളിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യും. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ഗിവൺ ബിലോ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.